ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഞങ്ങൾ വേറൊരു പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് നിൽക്കുകയാണ്, അയ്യസാമറിലുള്ള. അപ്പോൾ അതിൻ്റെ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. ചവിട്ടി, മാറ്റ് അങ്ങനെയൊക്കെ സെയിൽ ചെയ്യണേ, കേട്ടണ്, പിന്നെ ക്ലോത്ത് റോളുകൾ, അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. ബ്ലാങ്കറ്റ്, കോസടി അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരി. ഡാലിയൊക്കെ കണ്ടോ? ഡാലിയൊക്കെ ഇവിടെ കാര്യമായിട്ട് കുട്ടികളെ ഒരുപാട് റൈഡ് ഉണ്ട്, വലിയവർക്കുള്ള റൈഡും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ എല്ലാ റൈഡുകളിലും, ഒട്ടുമിക്ക റൈഡിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ മരണക്കിണർ ഓപ്പൺ ആക്കിക്കണമെന്ന് അറിഞ്ഞിട്ട് കേട്ടോ വന്നത്. അപ്പോൾ മരണക്കിണറിലൊക്കെ കയറുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ ഓരോരുത്തർക്കും ചെല്ലണവർക്ക് ഇരിക്കാനുള്ള സോഫകളാണ്. അങ്ങനെ ഞങ്ങൾ സോഫയിൽ കുറച്ച് നേരം ഇരുന്ന് ചായ ഇതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ വീണ്ടും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കണ്ട് ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് കോർട്ടാണ് കേട്ടോ. ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് പെറ്റ്സിൻ്റെ ഏരിയയാണ്. ഒരു കോമ്പൗണ്ട് കെട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് പെറ്റ്സാണ്, പെറ്റ്സും ബേർഡ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായില്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ പേടിയായതുകൊണ്ട്. അതിൻ്റെ പുറത്ത് കെട്ടിയിട്ടൊരു പപ്പിക്കുട്ടിയാണ്, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടൊരു ഫോക്സും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് നിന്നൊക്കെ കുട്ടികൾ കളിപ്പിക്കുക എന്നല്ലാതെ ഉള്ളിലേക്ക് പോകാൻ അവർക്ക് പേടിയായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായില്ല. ഈ പെറ്റ്സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ബൊമ്മയും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മരണക്കിണറിൻ്റെ അടുത്തെത്തിട്ടോ. അപ്പം ഇനി ഞങ്ങളതിൽ കയറട്ടെ. മരണക്കിണർ കണ്ട് ഞങ്ങൾ താഴത്തിറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടുന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ സ്ലൈഡിൽ കളിക്കാൻ പോകുകയാണ് കേട്ടോ. ഇനി
ഇവിടെ ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾ ഇവിടെയും രണ്ടാൾ അവിടെയൊക്കെ ആയിട്ട് കളിക്കുകയാണ്. ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. സ്ലൈഡിങ്ങിന് മാത്രമേ ടൈമില്ലാത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ റൈഡ്സിനും 15 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ് ടൈമിംഗ് ഉള്ളത്. ഇതിന് മാത്രം എത്ര ടൈം വേണമെങ്കിലും കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാം. കുട്ടികളെ സ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞു. മുമ്പ് ഞങ്ങളിവിടെ വന്നു എന്ന് പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത റൈഡുകളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇടാം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇങ്ങനെ റൗണ്ട് ചുറ്റുന്ന റൈഡുകളിലൊന്നും ഞാനും ആങ്ങളെയൊന്നും കയറിയിട്ടുണ്ടായില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും തലമിന്നും. അതേപോലെ ആദ്യമോനും കയറിയിട്ടുണ്ടായില്ല. ഓനോ റൗണ്ട് ചുറ്റിയാൽ തലമിന്നും. ആദ്യമൊക്കെ 2-3 റൗണ്ടിങ് റൈഡുകളിലൊക്കെ ഓൻ കയറിയിരുന്നു. പിന്നെ ഓന് റൗണ്ട് ചെയ്യുന്ന റൈഡുകളൊക്കെ പേടിയാണ്. ഓന് തലമിന്നും എന്ന് പറഞ്ഞ് അങ്ങനെ കയറിയിട്ടുണ്ടായില്ല. എയർ ബലൂണിൽ സഫമോക്ക് മാത്രമേ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 9 വയസ്സൊക്കെ ആവേണ്ടിയിരുന്നു. ആദ്യം ഇൻഷയും മറവൊന്നും കയറിയില്ല. ഉള്ളൊന്നും കയറ്റാൻ പറ്റൂല പറഞ്ഞ്. ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഇതിൽ കയറാൻ, പക്ഷേ വയസ്സാവാത്തതുകൊണ്ട് കയറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടിൽ ദെൻ ബൈ ബൈ.